ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു നാസൂസ് വേൾഡ്. നാസൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഗാർഡൻ ടൂർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് നാളായി നമ്മളെ ലോട്ടസ് ഗാർഡനൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ ഒരുപാട് വെറൈറ്റീസിലൊക്കെ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതി. നമ്മൾ ഏറെക്കുറെ എല്ലാ പ്ലാന്റിലും മുട്ടുകളായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഭാഗം ഇന്നത്തെ വീഡിയോയിലുണ്ട്. ബാക്കി അടുത്തൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഈ കാണുന്നത് സൂപ്പർ പിങ്ക് എന്ന വെറൈറ്റിയാണ്. ഇതിൽ ഒന്ന് രണ്ട് പൂക്കളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനിയും ഒരുപാട് മുട്ടുകളുണ്ട്. നന്നായിട്ട് പൂക്കുന്നൊരു വെറൈറ്റിയാണ് സൂപ്പർ പിങ്ക്. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കാണാൻ. ഇനിയും ഒരുപാട് വെറൈറ്റീസിൽ ബഡ്ഡുകളൊക്കെ ആയിട്ടുണ്ട്. ഇത് ഇന്ന് വിരിഞ്ഞിട്ടുള്ള ധ്രുവ എന്ന വെറൈറ്റിയാണ്. ധ്രുവയുടെ റിപ്പോർട്ടിങ്ങിന് ശേഷമുള്ള ഫസ്റ്റ് ഫ്ലവറാണിത്. ഇനിയും ബഡ്ഡുകളുണ്ട്. ഇവിടെ ഒരു ബഡ്ഡുണ്ട്, ഇവിടെ ഒരു ബഡ് വരുന്നുണ്ട്. നല്ലൊരു വെറൈറ്റിയാണ്. ഇതാകണ്ടില്ലേ, ഇവിടെയും ബഡ്ഡുണ്ട്. മഴ ആയതുകൊണ്ട് ഇത് ഒടിഞ്ഞു പോയിട്ട് ഞാനിങ്ങനെ ഒരു സ്റ്റെമ്മൊക്കെ വെച്ച് കെട്ടിക്കൊടുത്തിട്ടുള്ളതാണ്. നല്ലൊരു കളറാണ് ധ്രുവ. നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡാണ്. ട്യൂബറൊക്കെ ആകുമ്പോൾ നമ്മൾ സെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും. ഈ കാണുന്നത് മിസ് കേരള എന്ന വെറൈറ്റിയാണ്. മിസ് കേരളയും നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡാണ്. ഇതിപ്പോൾ ഒരു 2-3 ദിവസമായ ഫ്ലവറാണ് വിരിഞ്ഞിട്ട്. ഇതാ ഇവിടെ ബഡ്ഡുണ്ട്, കണ്ടില്ലേ, ഇവിടെയും ബഡ്ഡുണ്ട്. നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇവിടെയൊക്കെ ബഡ്ഡുണ്ട്. ഇതിപ്പോൾ ഫസ്റ്റ് ഫ്ലവർ ആയതുകൊണ്ടാണ് ഇത്ര ചെറിയ പൂവ്. വലിയ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് മിസ് കേരള. പെറ്റൽസ് കുറവാണ്, എന്നാലും നല്ല ഭംഗിയാണ് കാണാൻ. ഈ കാണുന്നത് നാഗവല്ലി എന്ന പുതിയൊരു വെറൈറ്റിയുടെ ബഡ്ഡാണ്. നാഗവല്ലി കുറച്ച് റേറ്റുള്ള വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. നമുക്കിവിടെ 1-2 പൂക്കളൊക്കെ കരിഞ്ഞ് പോയിട്ടുണ്ട്. കണ്ടോ, നാഗവല്ലിയുടെ ഒരു പ്രത്യേകത, എത്ര ദിവസമായാലും ഇങ്ങനെ പെറ്റൽസ് കൊഴിഞ്ഞു പോവില്ല. ഇതിങ്ങനെ ഫ്ലവർ കരിഞ്ഞ് നിൽക്കുകയുള്ളൂ. ഇത് ഫ്ലവറായ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഇത് ഇവിടെയും കണ്ടോ, ഇവിടെ ഒരു ബഡ്ഡുണ്ട്. ഇനി ഈ പൂ വിരിയുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അടുത്തതായിട്ട് കാണിക്കുന്നത് വാനില കെച്ചപ്പ് എന്ന വെറൈറ്റിയുടെ ഒരു ബഡ്ഡാണ്. വലിയൊരു ബഡ്ഡാണ്. ഇത് നാളെ ആകുമ്പോഴത്തേക്ക് വിരിയായിരിക്കും. വിരിയാറായിട്ട് ഹോളൊന്നും വന്നിട്ടില്ല. വാനില കെച്ചപ്പ് നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ്. ഒരുപാട് പേര് നമ്മളോട് ട്യൂബറൊക്കെ അന്വേഷിക്കുന്ന ഒരു വെറൈറ്റിയാണ് വാനില കെച്ചപ്പ്. നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാനായിട്ട്. അടുത്ത വെറൈറ്റി കാണിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡാണ്, രുദ്ര. വലിയ പൂവാണിത്. ഇവിടെ ഒരു പൂവുണ്ടായി കഴിഞ്ഞതാണ്. അടുത്ത ബഡ് നല്ല വലിയൊരു ബഡാണ്. 2 ദിവസം കൂടിയൊക്കെ കഴിയുമ്പോൾ വിരിയായിരിക്കും. നല്ല കളറുള്ളൊരു വെറൈറ്റിയാണ് രുദ്ര. നല്ലതായിട്ട് പൂക്കുന്നൊരു വെറൈറ്റി കൂടിയാണ്. ഇനി ഈ കാണുന്നത് ഗോൾഡ് ആപ്പിൾ എന്ന വെറൈറ്റിയാണ്. ഗോൾഡ് ആപ്പിൾ നമുക്ക് കഴിഞ്ഞ തവണ 1-2 പൂക്കളൊക്കെയാണ് കിട്ടിയത്. പിന്നെ പോയി റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഒരുപാട് ബഡ്ഡുകൾ വന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് യെല്ലോ കളർ വരുന്ന ഒരു വെറൈറ്റിയാണ് ഗോൾഡ് ആപ്പിൾ. കണ്ടില്ലേ, ഇവിടെയും ബഡ്ഡുണ്ട്. അടിയിലൊരു ബഡ് വരുന്നുണ്ട്. ഫ്ലവർ വിരിയാറായിട്ടില്ല. വിരിയുമ്പോൾ നമ്മൾ ഷോർട്ട്സൊക്കെ ഇടുന്നതായിരിക്കും. വാനില കെച്ചപ്പ് വേറൊരു ടബിൽ വെച്ചത് ബഡ് വന്നിട്ടുള്ളതാണ്. ഫസ്റ്റ് ബഡാണിത്. ഈ കാണുന്നത് സ്നോ ബൗൾ എന്നൊരു ബൗൾ വെറൈറ്റിയാണ്. ഇവിടെയൊക്കെ ബഡുണ്ട്. കുഞ്ഞു പൂക്കളാണ്, നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് കണ്ടില്ലേ, മഴ പെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം ഇതാണ്. ഈ ബഡിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് നമ്മളെ ബഡൊക്കെ ഇങ്ങനെ ചീഞ്ഞു പോവും. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് സ്നോ ബോൾ. ഒരുപാട് പൂക്കൾ ഒന്നിച്ച് വിരിയുന്നൊരു വെറൈറ്റി. ഈ അടുത്തതായിട്ട് കാണിക്കുന്നത് S1 ആണ്. S1ലും ഒരുപാട് മുട്ടുകളുണ്ട്. നല്ലൊരു ബൗൾ വെറൈറ്റിയാണ് S1. കണ്ടില്ലേ, ഒരു ലീഫിൻ്റെ അടിയിൽ തന്നെ 3 ബഡൊക്കെയാണുള്ളത്. ധാരാളം പൂക്കൾ കിട്ടുന്നൊരു വെറൈറ്റിയാണ്. നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡാണിത്.
ഈ കാണുന്നത് നമ്മുടെ സക്കൂറയുടെ ബഡാണ്. സക്കൂറ ഒരുപാട് പേര് അന്വേഷിക്കുന്ന ഒരു വെറൈറ്റിയാണ്. നമ്മൾ ഷോർട്സൊക്കെ ഇട്ട സമയത്ത് തന്നെ ഒത്തിരി പേര് ഇതിൻ്റെ ട്യൂബേഴ്സൊക്കെ ചോദിച്ചു വന്നിട്ടുണ്ടായി. അപ്പോൾ ഇതാണ് അവസ്ഥ. നമുക്ക് ട്യൂബർ ഫോം ചെയ്യുന്നതിൽ എപ്പോഴും പൂക്കളാണ്. ഇതിപ്പോൾ ലാസ്റ്റ് ബഡാണ്. ഇനി വേറെ ബഡുകളൊന്നും കാണുന്നില്ല. ഇപ്പോൾ ട്യൂബറൊക്കെ ആകുമ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. ഇത് കണ്ടോ, ഇത് റെഡ് റിബൺ എന്ന് പറഞ്ഞ ഒരു പുതിയൊരു വെറൈറ്റിയാണ്. ഒരു ബൗൾ വെറൈറ്റിയാണ്. അപ്പോൾ റെഡ് റിബൺ നല്ലതായിട്ട് പൂക്കുന്നൊരു വെറൈറ്റിയാണ്. ഇത് കണ്ടില്ലേ, ഇത്ര ലീഫുകളേ ഉള്ളൂ. ജസ്റ്റ് ചെറിയൊരു സ്റ്റാൻഡിങ് ലീഫ് വന്നപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബഡുണ്ട്. പക്ഷേ ഈ ബഡ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുള്ളതാണ്. ഇത്രയും ചെറിയ പ്രായത്തിൽ വരുന്ന ബഡ് നമ്മൾ നുള്ളിക്കളയാണ് ചെയ്യേണ്ടത്. എന്നാലേ നമ്മളെ പ്ലാന്റിന് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ പ്ലാന്റ് വളരാതെ ആ ഫ്ലവർ വിരിയാനുള്ള ആ ഒരു ഇതിലേക്കും പ്ലാന്റിൻ്റെ ശ്രദ്ധ പോവുക. അപ്പോൾ നമ്മളിതിങ്ങനെ കട്ട് ചെയ്ത് കളയുമ്പോൾ നമ്മളെ പ്ലാന്റ് നല്ലതായിട്ട് വളർന്ന് നല്ല നല്ല ബഡും പൂക്കളൊക്കെ ഒരുപാട് കിട്ടും. ഞാനെപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇത് ചെറിയ ലീഫാണ്, കണ്ടില്ലേ, ചെറിയ ലീഫാണ്. ഇത്ര ലീഫുകളെ ഈ പ്ലാന്റിലുള്ളൂ. അപ്പോൾ പ്ലാന്റ് കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലവർ ഇടാൻ അനുവദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല പൂക്കൾ കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് മേഘ എന്ന വെറൈറ്റിയാണ്. മേഘ് ഒരു ഇമ്പോർട്ടഡ് വെറൈറ്റിയാണ്. പക്ഷേ നമ്മുടെ കാലാവസ്ഥയിലും നല്ലതായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിപ്പോൾ ഫ്ലവർ വിരിഞ്ഞിട്ട് ഒരു 2 ദിവസമായി. മഴ കാരണമാണ് കുറച്ചും കൂടി കളർ കുറഞ്ഞിട്ടുള്ളത്. ഇച്ചിരി കൂടി നല്ല കളറുള്ളൊരു വെറൈറ്റിയാണ് മേഘ്. ഒരു സമയം തന്നെ ഒന്നിൽ കൂടുതൽ പൂക്കളൊക്കെ കിട്ടും നമുക്ക്. കണ്ടില്ലേ, ഇവിടെ ഒരു ബഡുണ്ട്. ഒരുപാട് പൂക്കൾ കിട്ടിയൊരു വെറൈറ്റിയാണ് മേഘ്. ഒരു ഇമ്പോർട്ടഡ് വെറൈറ്റിയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് യെല്ലോ ഗാർണറ്റ് എന്നൊരു വെറൈറ്റിയുടെ ഫ്ലവറാണ്. ഇത് നമുക്ക് റിപ്പോർട്ടിങ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഫസ്റ്റ് ഫ്ലവറാണിത്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. ഒരു യെല്ലോ കളറാണ്. മറ്റുള്ള താമരകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ പെറ്റൽസിന് നല്ലൊരു കൂർത്തൊരു ഷേപ്പാണത്. ഇത് മഴ കാറ്റടിച്ചിട്ട് എല്ലാം ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഇതാ ഇവിടെ ഇനിയും ബഡുകൾ വരുന്നുണ്ട്. ബഡ് കണ്ടില്ലേ, നല്ല കൂർത്തിരിക്കുന്ന ബഡാണ് യെല്ലോ ഗാർണറ്റ്. നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡാണ്. വൈറ്റ് അഗിലയിലും ഒരു ബഡ് വന്നിട്ടുണ്ട് റിപ്പോർട്ടിങ്ങിന് ശേഷം. നല്ലതായിട്ട് പൂക്കുന്നൊരു വെറൈറ്റിയാണ് വൈറ്റ് അഗില. അഗില പോലെ തന്നെ വൈറ്റ് കളർ പെറ്റൽസ് വരുന്നൊരു വെറൈറ്റി. അടുത്തതായിട്ട് കാണിക്കുന്നത് പിങ്ക് ജൂപ്പിറ്ററാണ്. നമുക്ക് കഴിഞ്ഞ തവണ ബാക്കി വന്ന ട്യൂബേഴ്സ് എല്ലാം ഒരു ടബിലിട്ട് വെച്ചതായിരുന്നു. ഇതാ ബഡൊക്കെ വന്നിട്ടുണ്ട്. പിങ്ക് ജൂപ്പിറ്റർ. ഈ പിങ്ക് ജൂപ്പിറ്ററിൻ്റെ ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ്. നല്ല വെറൈറ്റിയാണ്, നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഈ കാണുന്നത് അനഹട്ടയാണ്. അനഹട്ട റിപ്പോർട്ടിങ്ങിന് ശേഷം വന്നിട്ടുള്ള ഫസ്റ്റ് ബഡാണിത്. നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് അനഹട്ട. ഇവിടെയുണ്ട് ഒരു ബഡ്. കാണുന്നത് വൈറ്റ് സ്വാനാണ്. വൈറ്റ് സ്വാനും നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. രണ്ടിൽ ഇവിടെയൊക്കെ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞതാണ്. ഇനിയും ഇതാ ബഡുണ്ട്. വൈറ്റ് സ്വാൻ നല്ല വെള്ള പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ്. അത്യാവശ്യം വലിയ പൂക്കൾ, നല്ല പെറ്റൽ കൗണ്ടോടുകൂടി അത്യാവശ്യം നല്ല പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് വൈറ്റ് സ്വാൻ. സൂര്യമുഖിയുടെ ബഡാണ്. സൂര്യമുഖി ഒരു ഫ്ലവർ വിരിഞ്ഞ് ഇന്നലെ ഒടിഞ്ഞ് വീണുപോയി. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതിന് അടുത്ത ബഡാണ്. ഈ കാണുന്നത് മാജിക് വൈറ്റിൻ്റെ ബഡുകളാണ്. മാജിക് വൈറ്റും നന്നായിട്ട് പൂക്കുന്നൊരു വെറൈറ്റിയാണ്. നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ഹൈബ്രിഡാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. അടുത്തതായിട്ട് കാണിക്കുന്നത് ലാവണ്യ എന്ന വെറൈറ്റിയാണ്. ലാവണ്യയുടെ ഫസ്റ്റ് ബഡാണ്. ഇത് സ്റ്റാൻഡിങ് ലീഫിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ബഡാണ്. അടുത്ത സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെ അടുത്തൊരു ബഡ് കൂടി വരുന്നുണ്ട്. അടുത്തതായിട്ട് കാണുന്നത് ശിവരാത്രി എന്ന വെറൈറ്റിയുടെ ബഡാണ്. നല്ല ഉരുണ്ട ബഡാണ് ശിവരാത്രിയുടേത്. ഇത് ഫസ്റ്റ് ബഡ്. ഇവിടെ ഒരു ബഡ് കൂടി വരുന്നുണ്ട്. നിറയെ പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ശിവരാത്രി. നല്ല ഭംഗിയാണ് കാണാൻ. പുതിയൊരു വെറൈറ്റിയാണ്. ഇത് പുറത്തുനിന്നുള്ള വെറൈറ്റിയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഹൈബ്രിഡ് അല്ല, എന്നാലും നമ്മുടെ കാലാവസ്ഥയിൽ നല്ലതായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. കാണുന്നത് റെഡ് ജുവാബ എന്ന വെറൈറ്റിയുടെ മൊട്ടാണ്. ഇത് റിപ്പോർട്ടിങ് കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള ഫസ്റ്റ് ബഡാണിത്. നമുക്ക് കഴിഞ്ഞ സീസണിൽ ഒരുപാട് പൂക്കൾ കിട്ടിയൊരു വെറൈറ്റിയാണ് റെഡ് ജുവാബ.
നമ്മുടെ ലക്ഷ്മിയാണ്. ലക്ഷ്മിയുടെ ഫസ്റ്റ് ബഡാണിത് റിപ്പോർട്ടിങ്ങിന് ശേഷം. ഇത് ഡ്രാഗൺ ബ്ലഡ് എന്ന വെറൈറ്റിയുടെ ഫസ്റ്റ് ബഡാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ. ഇതിൻ്റെ പെറ്റൽസൊക്കെ ഒരു പ്രത്യേക ഷേപ്പിലുള്ള പെറ്റൽസാണ്. ഒരു വിയറ്റ്നാം വെറൈറ്റിയാണ് ഡ്രാഗൺ ബ്ലഡ്. അടുത്തതായിട്ട് കാണിക്കുന്നത് ബാവോ ബാവോ എന്ന വെറൈറ്റിയാണ്. ബാവോ ബാവോ ഒരു ഇമ്പോർട്ടഡ് വെറൈറ്റിയാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ തവണ ഇത് ബഡൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഇത്തവണ അത് റിപ്പോർട്ട് ചെയ്ത് വെച്ചപ്പം നിറയെ ബഡുകളായിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. ഇതിൻ്റെ ഈ ഔട്ടർ പെറ്റൽസിൻ്റെ ഈ വെയിൻസിൻ്റെ കളറാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. റെഡ് കളറിൽ വെയിൻസായിട്ട് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ബഡ് കാണാനായിട്ട്. ഇവിടെ ഒരു ബഡ് വരുന്നുണ്ട്. ഇവിടെയൊക്കെ ബഡുണ്ട്. അപ്പോൾ ഫ്ലവറൊക്കെ വിരിയുമ്പോൾ നമ്മൾ ഷോർട്സൊക്കെ ഇടുന്നതായിരിക്കും. അടുത്തതായിട്ട് കാണിക്കുന്നത് ജംബോ എന്ന വെറൈറ്റിയാണ്. ജംബോ ഞാനിവിടെ 2 ടബിൽ വെച്ചിട്ടുണ്ട്. വലിയ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ജംബോ. ജംബോയുടെ റിപ്പോർട്ടിങ്ങിന് ശേഷം വന്നിട്ടുള്ള ഫസ്റ്റ് ബഡാണിത്. അടുത്ത ഒരു ബഡ് ഇതാ ഇവിടെ ഉണ്ട്. ജംബോ ബഡ് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ സ്റ്റാൻഡിങ് ലീഫിലും വരും. ഇതിൻ്റെ ലീഫ് കണ്ടോ, നമ്മളെക്കാൾ ഹൈറ്റിലാണ് ലീഫ് ഉണ്ടാകുക. വലിയൊരു കുട പോലെ ഉണ്ടാവും. വലിയ ലീഫാണ്. ഇതാ ആ കാണുന്നതും ഒരു ജംബോ ആണ്. അതിലും ബഡൊക്കെ ആയിട്ടുണ്ട്. നല്ല വലിയ പൂക്കളാണ്. പൂക്കളൊക്കെ ആകുമ്പോൾ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അടുത്തതായിട്ട് കാണിക്കുന്നത് സാൻഡ്ലയാണ്. സാൻഡ്ല ഇപ്പോൾ ഞാനൊരു വൈകുന്നേര സമയത്താണ് വീഡിയോ എടുക്കുന്നത്. അതിങ്ങനെ ക്ലോസായി പോയിട്ടുണ്ട്. സാൻഡ്ല റിപ്പോർട്ടിങ്ങിന് ശേഷം വന്നിട്ടുള്ള ഫസ്റ്റ് ഫ്ലവറാണിത്. ഇനിയും ബഡുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഗാർഡൻ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.